ഹലോ, ഇതൊരു നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ. അതിനായി ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. ഈ കടല തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്താനിട്ട കടലയാണ് കേട്ടോ. അപ്പം ഈ കടല നമുക്കൊരു കുക്കറിലിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലോളം മതിയായിരിക്കും. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പം ഒരു കടല എടുത്തൊന്ന് ഞെക്കി നോക്കിയാൽ അറിയാം. ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കടല നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തരച്ച് ചേർക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 കപ്പോളം തേങ്ങ ചേർക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, അതുപോലെ ഒരു 10 ഉള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് നന്നായി വറന്നു കഴിയുമ്പം നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല ജസ്റ്റ് ഒന്ന് ചൂടാവണം. അന്നേരത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളിത് അരയ്ക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്ന് നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു കപ്പോളം കടലയൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കടുകിടുക, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മളിപ്പോൾ അരച്ചു വെച്ച അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക.
അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതുണ്ടാക്കാൻ തേങ്ങ വറുക്കുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി പുട്ടിൻ്റെ കൂടെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ് കേട്ടോ.